ഡോക്ടർ അപർണ. നമ്മൾ ഇതിനു മുന്നേ ദിനേശ് വല്യേരി തൈലത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു 2-2.5 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഒരേ കമൻറ്റ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എല്ലാവർക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംശയങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ആ സംശയങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കൂടുതൽ പേര് ചോദിച്ച ചോദ്യങ്ങൾ എടുത്ത് ഞാൻ അതിനുള്ള മറുപടി പറയാം. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദിനേശ് വല്യാതി തൈലം പ്രഗ്നൻ്റ് ആയവർക്ക് യൂസ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗർഭിണികൾക്ക് ദിനേശ് വല്യാതി ഉപയോഗിക്കാമോ എന്ന്. ഗർഭിണികൾക്ക് തീർച്ചയായിട്ടും ദിനേശ് വല്യാതി ഉപയോഗിക്കാം. ഗർഭിണികൾ ദിനേശ് വല്യാതി തൈലം ഉപയോഗിക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല. പ്രത്യേകിച്ച് അലർജീസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് 3-4 മാസമൊക്കെ ആകുമ്പോൾ വയറ് വലുതായി തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിൻ സ്ട്രെച്ച് ആയിട്ട് ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ചൊറിച്ചിലിനെയാണ് ദിനേശ് വല്യാതി തൈലം ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഒരു ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ഈ തൈലം ഉപയോഗിച്ചത് കൊണ്ടാണെന്ന് സാധാരണ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വരാറുണ്ട്. അങ്ങനെ അതാണ് അതിനുള്ളൊരു റീസൺ ആയിട്ട് പറയാനുള്ളത്. അല്ലാതെ തൈലം ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അലർജീസ് ഒന്നും ഉണ്ടാവില്ല ഗർഭിണികൾക്ക്. ഇനി അതല്ല, ഗർഭിണികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ കൈയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു സ്കിന്നിൽ കുറച്ച് സ്ഥലത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റ് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും അലർജീസോ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഗർഭിണികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് പോയി കണ്ട് ദിനേശ് വല്യാതി തൈലം വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഡോക്ടറെ പോയിട്ട് കാണുക. അടുത്ത ചോദ്യം, ദിനേശ് വല്യാതി തൈലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയാമോ എന്നാണ് കൂടുതലും പേരും ചോദിച്ചിട്ടുള്ളത്. സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയാം. മൈൽഡ് സോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഗ്ലിസറിൻ കണ്ടന്റ് കൂടുതലുള്ള സോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല, ഉപയോഗിക്കാം. എന്നാലും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെർബൽ ബാത്ത് പൗഡേഴ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കടലപ്പൊടി, അതുപോലെ ചെറുപയർ പൊടി, ഓട്സ് പൗഡർ, അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ബാത്ത് പൗഡേഴ്സ് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ. അത് വെച്ചിട്ട് കഴുകി കളയാനാണ് ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഹെർബൽ ബാത്ത് പൗഡറിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നല്ല ബാത്ത് പൗഡറാണ് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, പിന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ, ദിനേശ് വല്യാതി തൈലം 2 കളറിൽ അവൈലബിൾ ആണ്. ചുവപ്പും മഞ്ഞയും കളറിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏത് കളർ യൂസ് ചെയ്താലാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കളർ ഡിഫറൻസ് വരുന്നത് ഓരോ ബ്രാൻഡുകളും ഫോളോ ചെയ്യുന്ന റെഫറൻസുകളുടെ വ്യത്യാസത്തിലാണ്. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലും ഒക്കെ ദിനേശ് വല്യാതി തൈലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അഷ്ടാംഗ ഹൃദയ റെഫറൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. മറ്റ് ബ്രാൻഡുകൾ ചിലപ്പോൾ സഹസ്രയോഗം റെഫറൻസ് ആയിരിക്കും ഫോളോ ചെയ്യുക. അതിലുള്ള ഒരു ഡിഫറൻസിലാണ്. ഈ ഓരോ റെഫറൻസിലും ചിലപ്പം 1-2 ഇൻഗ്രീഡിയൻസ്, 1-2 ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ഡിഫറൻസിലാണ് ഈ ഒരു കളർ ചേഞ്ച് വരുന്നത്. അതല്ലാതെ മഞ്ഞ ഉപയോഗിച്ചാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും, ചുവപ്പ് ഉപയോഗിച്ചാൽ കുറച്ച് റിസൾട്ടേ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാം നല്ല റിസൾട്ട് ഉള്ളത് തന്നെയാണ്. വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡുകൾ നോക്കി വാങ്ങണം എന്ന് മാത്രം. ഇനി അടുത്ത ചോദ്യം, ദിനേശ് വല്യാതി തൈലം ഏത് ബ്രാൻഡിൻ്റെയാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. നിങ്ങൾക്ക് തന്നെ അറിയാം, കേരളത്തിലെ ലീഡിങ് ആയുർവേദ ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. കോട്ടക്കൽ, നാഗാർജുന, സീതാറാം, വൈദ്യരത്നം, അതുപോലുള്ള നല്ല നല്ല ബ്രാൻഡുകൾ നോക്കി വാങ്ങുമ്പോൾ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമാണ്, ദിനേശ് വല്യാതി കുഴമ്പും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഈ ചില ആൾക്കാർ തൈലം വാങ്ങാൻ ചെന്ന് ചോദിക്കുമ്പോൾ അവർ കുഴമ്പാണ് കൊടുത്തത്, കുഴമ്പ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദിനേശ് വല്യാതി കുഴമ്പ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുഴമ്പ് മെഴുകി ചേർത്താണ് ഉണ്ടാക്കുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുഴമ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കുഴമ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചെറിയ ചൂടോടെ ഉപയോഗിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ഇത് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തൈലമാണ് ദിനേശ് വല്യാതി തൈലം. പിന്നെ നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്യില്ല എന്ന് മാത്രം. ദിനേശ് വല്യാതി തൈലം ദേഹത്ത് തേച്ച് കുളിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണിത്. പിന്നെ ചെറിയ കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളിൽ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ദിനേശ് വല്യാതി കേര തൈലം മാത്രം ഉപയോഗിക്കുക. ദിനേശ് വല്യാതി കേര തൈലം വെളിച്ചെണ്ണയാണ് അതിൻ്റെ ബേസും. അതുപോലെ ദിനേശ് വല്യാതി തൈലത്തിലാണെങ്കിൽ തില തൈലം, അതായത് എള്ളെണ്ണയാണ് അതിൻ്റെ ബേസും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളിൽ കൂടുതൽ നമ്മൾ വെളിച്ചെണ്ണയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് ഒരു 150 to 190 റുപ്പീസിൽ 200 ml ബോട്ടിലിന് അത്രയും റേറ്റ്, ആ ഒരു റേറ്റിലൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത്. ഓരോ ബ്രാൻഡിനും ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ 150 to 200 എന്തായാലും ആ ഒരു റേഞ്ചിൽ കിട്ടും.
പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിനേശ് വല്യാതി തൈലം നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ദിനേശ് വല്യാതി തൈലം ഓൺലൈൻ വഴി വാങ്ങാൻ സാധിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡുകൾ മറക്കരുത്. ബ്രാൻഡുകൾ നല്ലത് നോക്കി തന്നെ വാങ്ങുക ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് എക്സിമയിൽ ദിനേശ് വല്യാതി തൈലം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. എല്ലാ സ്കിൻ ഡിസീസുകൾക്കും വളരെ നല്ലതാണ് ദിനേശ് വല്യാതി തൈലം. പിന്നെ കവചമായിട്ടുള്ള വ്രണങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ ദിനേശ് വല്യാതി തൈലങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. അതായത് ഇങ്ങനെ പൊട്ടി ചളം ഒലിക്കുന്ന പോലത്തെ വ്രണങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ തൈലങ്ങൾ സാധാരണ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി കുറേ പേർക്കുള്ള ഒരു സംശയമാണ് മഞ്ചിഷ്ടാതി തൈലത്തിൻ്റെ കൂടെ ദിനേശ് വല്യാതി തൈലം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമോ എന്നുള്ളത്. മഞ്ചിഷ്ടാതി തൈലത്തിൻ്റെ കൂടെയൊക്കെ ദിനേശ് വല്യാതി നമ്മൾ മിക്സ് ചെയ്ത് സാധാരണ യൂസ് ചെയ്യാൻ പറയാറുള്ളതാണ്. മഞ്ചിഷ്ടാതി, നാൽപ്പാമരാതി, ഏലാതി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചൊരു സംശയമാണ് ദിനേശ് വല്യാതിയും ദിനേശ് ഏലാതിയും ഒന്നാണോ എന്ന്. അല്ല, ദിനേശ് വല്യാതി തൈലവും ദിനേശ് ഏലാതി തൈലവും രണ്ടും രണ്ടാണ് കേട്ടോ. ദിനേശ് വല്യാതി നമ്മൾ സാധാരണ തലയിൽ തേക്കാനൊന്നും കൊടുക്കാറില്ല. സ്കിൻ ഡിസോർഡേഴ്സിനും അതുപോലെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ ദിനേശ് വല്യാതി തൈലം പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. എന്നാൽ ദിനേശ് ഏലാതി തൈലമാണെങ്കിൽ നമ്മൾ എല്ലാ സ്കിൻ ഡിസീസസിനും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അലർജിക് ഇഷ്യൂസൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊക്കെ നമ്മൾ തലയിലേക്ക് തേക്കാനും ദിനേശ് ഏലാതി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചത് കേട്ടോ. പിന്നെ ഇതല്ലാതെ വേറെയും കുറേ സംശയങ്ങൾ ഇങ്ങനെ 1-2 പേരൊക്കെ ചോദിച്ചതുണ്ട്. അതാണ് ഞാൻ അവർക്ക് ആ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ അവർക്കുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സംശയങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഒരേ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ചോദിക്കാം കേട്ടോ. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.